നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ബിഷപ്പ് വിമർശിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയാത്തവർ സ്ഥാനത്ത് തുടരരുത്. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ തുടർച്ചയായി മരണപ്പെടുമ്പോഴും സർക്കാരിന് ഒരനക്കവുമില്ലെന്നും ബിഷപ്പ് പറയുകയുണ്ടായി. ഈ പ്രതിസന്ധി ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായുണ്ട്. മലയോര മേഖലയിൽ മുഴുവനായി ഭീകരാന്തരീക്ഷമാണുള്ളത്. മലയോരങ്ങളിലെല്ലാം ആന, കടുവ, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. എങ്ങനെ ഈ പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കും? കൃഷിയിടത്തിൽ എന്ത് ധൈര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയുമെന്നും ബിഷപ്പ് ചോദിക്കുന്നു. പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടേ മതിയാവൂ. കടലാക്രമണം ഉണ്ടായാൽ ആ ഭാഗത്ത് കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കും. റോഡ് അപകടമുണ്ടായാൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കും. കർഷകർ ഇത്തരം ബുദ്ധിമുട്ടിലേക്ക് എത്തുമ്പോൾ നഗരത്തിലുള്ളവർക്ക് ആ വിഷമം മനസ്സിലാവില്ല. പക്ഷേ നഗരപ്രദേശങ്ങളെ നിലനിർത്തുന്നത് ഈ ഗ്രാമപ്രദേശം അല്ലെങ്കിൽ മലയോര പ്രദേശത്തുള്ള കർഷകരാണ്. അവിടെ നിന്ന് വരുന്ന വിളകളാണ് നഗരത്തിലുള്ളവരെയും നഗരത്തിൻ്റെയും ഊർജം. അപ്പോൾ കർഷകൻ്റെ ബുദ്ധിമുട്ട് പലരും മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങളെ സംരക്ഷിക്കണം, ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾക്ക് നടത്തിത്തരണം എന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. മനുഷ്യജീവന് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാത്തത് പ്രതിഷേധാത്മകമാണ്. തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം കർഷകർക്ക് നൽകിയേ മതിയാവൂ. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരമുണ്ടാകുമെന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. എന്തായാലും മുൻപൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ചുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പേരിലുള്ള വലിയ പ്രസംഗമൊക്കെ നടന്നതും അതുപോലെ തന്നെ നികൃഷ്ടജീവി എന്നുള്ള മുഖ്യൻ്റെ പദപ്രയോഗമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഇത് LDFന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവസം ഒന്നല്ല ഒന്നിലധികം മരണമാണിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കും.